Yes. നിർണായക ഇലക്ഷനിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. കേരളം ആ ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മികച്ച പോളിംഗ് എല്ലായിടത്തും ഉണ്ട്. തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തിൻ്റെ ഒരു ഉത്സവമാണ്. ആ ഉത്സവം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയോടും നമ്മുടെ നാടിനോടും ചെയ്യുന്നൊരു നീതിയാണ്. ആ നിലയിൽ ജനങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം. അത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ നിഷ്പക്ഷവും നീതിനിഷ്ഠവുമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ പണക്കൊഴുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യം ഇന്ന് നാട്ടിൽ രാജ്യത്താകമാനം വളർന്നു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാകുന്നതിനാവശ്യമായ ഇലക്ട്രൽ റിഫോർമേഷനെ കുറിച്ചുൾപ്പെടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനാപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രീതിക്രമങ്ങൾ മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ആരംഭിക്കേണ്ടതുണ്ട്. ജനപ്രാതിനിധ്യം ലഭ്യമായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമേറിയ റിഫോർമേഷൻ ചർച്ചകൾ തുടക്കം കുറിക്കേണ്ട ഒരു സന്ദർഭം കൂടി വന്നിരിക്കുന്നു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുകയാണ്.